ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ പോക്ക് ബത്തേരി പുൽപ്പള്ളി റൂട്ടിലുള്ള 6-ാം മൈലുള്ള മജീദ് ഖാന്റെ നല്ല അതിശയ പോത്തും കറി ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഗൈസ്. പോണ പോക്കിലെ കണ്ട ജീം റൂട്ടന്മാരാണിത്. ഇവന്മാരെപ്പോഴും ഈ പുൽപ്പള്ളി റൂട്ടിലുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എപ്പോഴും. എൻ്റെ രണ്ടാമത്തെ വരവാണിത്. സംഭവം നമ്മൾ നേരെ കയറിയത് കിച്ചണിലോട്ടാണ് കേട്ടോ. കിച്ചണിൽ നല്ല വിറകടപ്പിലുണ്ടല്ലോ നീറി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന പോത്തും പോട്ടിയാണ് നമുക്ക് കാണാൻ കഴിച്ചത്. നല്ല കൺകുളിർക്കുന്ന കാഴ്ച തന്നെ കേട്ടോ ഗൈസ് ഇത്. ഈ പോത്തിന് രണ്ട് അഭിപ്രായമുണ്ട്. നല്ലതുകൊണ്ട് ഒരിക്കലും തിന്നാൻ കയറരുതെന്നും പറയുന്നവരുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞുതരാം. സംഭവം ഉണ്ടല്ലോ, പോത്താണ്. പോത്തിന് പോത്തിൻ്റെതായ ഒരു മുറുക്കമുണ്ട്. അതിങ്ങനെ നീറി നീറി വെന്ത് ഫ്രൈ ആയി വരുമ്പോൾ വീണ്ടും ഒരു മുറുക്കം വരും. അപ്പോൾ നമ്മൾ സമയം തെറ്റിയാണ് ചെല്ലുന്നതെങ്കിൽ ഇത്തിരി മുറുക്കമുള്ള ഫ്രൈ ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത്. അത് കടിച്ചു പറിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിനോടൊരു താല്പര്യക്കുറവ് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ഇറച്ചി തിന്നണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കടിച്ചു പറിച്ച് തിന്നാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവം പൊളിയായിരുന്നു. ഒരിക്കലും വേവുന്നില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല എണ്ണയൊക്കെ ഇടുന്ന ഫ്രൈ ആയതിൻ്റെ ഒരു മുറുക്കം എന്നാണ് ഉദ്ദേശിച്ചത്. അത് താല്പര്യമില്ലാത്തവർ ഇത്തിരി കൂടെ നേരത്തെ ചെല്ലുക, ഒരു 1-1.5 മണിയാകുമ്പോഴത്തേക്കും ചെല്ലുക. അപ്പം നല്ല രീതിയിൽ ചോറും കൂട്ടി പിടിക്കാൻ പറ്റും. ഈ സംഭവം ഏറ്റവും ബെറ്റർ ചോറും കൂട്ടി തിന്നുക തന്നെയാണ്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും കപ്പയൊക്കെ ആയിരിക്കുള്ളൂ കോമ്പിനേഷൻ. ഡ്രൈ ആയിട്ട് കിടക്കുന്ന കപ്പടയും പത്തിരിയുടെയൊക്കെ കൂടെ ഈ സംഭവം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആയിരിക്കും. എന്നാൽ ഇത് തിന്നാനും ഫാൻസുകൾ ഒരുപാടുണ്ട് അവിടെ. അപ്പം നിങ്ങൾ നേരത്തെ ചെല്ലുക, ചോറും കൂട്ടി പിടിക്കുക. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. നൈസായിട്ട് ചെന്ന് കയറിക്കോ, ഒന്നും പറയാനില്ല.